സീനിലുള്ളെങ്കിലും പുള്ളിയുടെ പ്രകടനമാണെങ്കിലും എല്ലാം ഒന്നിനൊന്നിനും ഒരു ആദ്യത്തെ ഒരു 10 മിനിറ്റ് തകർത്തു. അത് പൊളിച്ചടുക്കി. സീനിലുള്ളെങ്കിലും പുള്ളിയുടെ പ്രകടനമാണെങ്കിലും എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. നമ്മൾ ശരിക്കും തിയേറ്ററിലെ എന്താ പറയുക, നമ്മളതൊരു വല്ലാത്തൊരു അത്ഭുതത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയ ഒരു പ്രതീതിയാണ് ആ സിനിമ കാണുമ്പോൾ കിട്ടുന്നത്. ദീപിക പാദുക്കോൺ നമുക്ക് ഓരോരുത്തരും എടുത്തു പറയാൻ പറ്റില്ല, എല്ലാവരും അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം വളരെ മനോഹരമായിട്ട് മേക്ക് ചെയ്ത ഒരു കണ്ണഞ്ചി പറിക്കുന്ന പ്രകടനം. പ്രഭാസിന്റെ കുറച്ച് സാധനം ആ തെലുങ്ക് ഫിലിമിന്റെ ആ ഒരു സാധനം കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. അതൊഴിച്ച് നോക്കി അടിപൊളിയായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുഴപ്പമില്ല, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അമിതാഭ് ബച്ചന്റെ ക്യാരക്ടർ ആണെങ്കിലും ശോഭന എല്ലാവരും സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. VFX ഒക്കെ VFX കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ടീമുകളെല്ലാം ഉണ്ട്. ഗ്രാഫിക്സ് വർക്ക് ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് പൊളിച്ചടുക്കി. സെക്കൻഡ് പാർട്ടുണ്ട് പടത്തിന്. ശോഭന എല്ലാവരും മസ്റ്റ് അത് തിരിച്ചുവരവ് തന്നെയാണ്. ഇന്ത്യയിൽ ഒരു മാഡ് മാക്സ് അല്ല അവഞ്ചേഴ്സ് എന്നൊക്കെ പറയാവുന്ന ടൈപ്പ് ഒരു ഐറ്റം ആണ്. പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട്. മഹാഭാരതത്തിന്റെ ഒരു ഏരിയ പോർഷനൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത്. എല്ലാവരും ദുൽഖറുണ്ട്, എന്താ പറയാ, ശോഭനയുണ്ട്, പിന്നെ മലയാളത്തിൽ നിന്ന് വേറെ നടിയുണ്ട്. എല്ലാ രീതിയിലും തിയേറ്റർ എക്സ്പീരിയൻസിന്റെ പടമാണ്. ഡോണ്ട് മിസ് ഇറ്റ്. കമലഹാസൻ സാറിന് കുറച്ചുള്ളൂ ക്യാരക്ടർ, പക്ഷെ എങ്കിലും അവസാനം ക്ലൈമാക്സ് അത് ഒരു ആദ്യത്തെ ഒരു 10 മിനിറ്റ് തകർത്തു. അത് കഴിഞ്ഞ് ഇന്റർവെല് കഴിഞ്ഞ ഇന്ത്യൻ സിനിമ കണ്ടിട്ടില്ല ഇതുപോലത്തെ അത്ഭുതം എന്ന് വെച്ചാൽ. എല്ലാവരും അത് അമിതാഭ് ബച്ചൻ, കമലഹാസൻ, പ്രഭാസ് എല്ലാവരും എന്ന് വെച്ചാൽ നമ്മുടെ ദുൽഖറിന് മാത്രം ചകല റോള് കുറവുണ്ട്, ബാക്കി എല്ലാവരും കയറി തകർത്ത് വാരി. ഒന്നും പറയുന്നില്ല. പ്രഭാസിന്റെ ഫൈറ്റൊക്കെ അടിപൊളിയാണ്. അമിതാഭ് ബച്ചൻ വേണ്ടി കാതെ സെക്കൻഡിന്റെ ഒരു ഫസ്റ്റ് എഡിഷൻ കാണിക്കുന്ന ഒരു സൂപ്പർ ഓട്ടം പടം ഇന്ന് കാണാനുണ്ട്. മലയാളികൾക്ക് അഭിമാനമായ മമ്മൂക്കയെ പോലെ തന്നെ നമുക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനം തന്നെയാണ് അമിതാഭ് ബച്ചൻ. അദ്ദേഹം ഇത്രയും വയസ്സിലും ഫൈറ്റിൻ്റെയൊക്കെ ഓരോ സീക്വൻസൊക്കെ നല്ല രീതിയിൽ തന്നെ ലൂപ്പുണ്ടാകാം, പക്ഷേ അദ്ദേഹം അതിനുവേണ്ടി തയ്യാറായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും ഓരോ യുവതാരങ്ങൾക്കും ഒരു പ്രചോദനം തന്നെയാണ്.